future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിപ്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു YMൻ്റെ 17 ഇഞ്ച് ഹബ് മോട്ടോർ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് 48 വോൾട്ടിലും 60 വോൾട്ടിലും 72ലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടറാണ്. ഇതിൻ്റെ റേറ്റഡ് പവർ പറഞ്ഞിരിക്കുന്നത് 1.5 കിലോ വാട്ട്, അതായത് 1500 വാട്ട്സ് ആണ്. ഇതിൻ്റെ പീക്ക് പവർ പറയുന്നത് 5 കിലോ വാട്ട്, അതായത് 5000 വാട്ട്സ് വരെ നമുക്കിതിനെ പീക്ക് പവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടർ യൂസ് ചെയ്ത് നമുക്ക് ഏത് പെട്രോൾ വണ്ടീനെയും ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലുള്ള മോട്ടറുകൾ ഒരുപാട് അവൈലബിൾ ഉണ്ട്. ആ മോട്ടറിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈബ്രിഡ് മോട്ടറാണ്. അതായത് നമുക്ക് പെട്രോൾ എഞ്ചിനെ നിർത്തിക്കൊണ്ട് നമുക്കൊരു വണ്ടീനെ ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പെട്രോൾ വണ്ടിയിൽ ആ എഞ്ചിനിൽ ഓടുകയും ചെയ്യാം, അതേ കണക്ക് തന്നെ പെട്രോൾ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ഇലക്ട്രിക്കലി പവർ കൊടുത്ത് ഓടാനും പറ്റും. അപ്പം നമുക്ക് സാധാ ഒരു ബൈക്കിനെ ഒരു ഹൈബ്രിഡ് ബൈക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹബ് മോട്ടറാണിത്. ഇത് നമുക്കൊരു മാക്സിമം 150 cc വരെയുള്ള ബൈക്കുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടറാണ്. 150 cc മുകളിലോട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പറ്റും. അതിന് കുറച്ച് ഡ്രോബാക്കുകളുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇതേപോലെ ഒരുപാട് ലോക്കൽ മാനുഫാക്ചർഡ് ആയിട്ടുള്ള മോട്ടറുകളും അവൈലബിൾ ആണ്. അപ്പം ഹൈബ്രിഡ് ഇലക്ട്രിക് മോട്ടറിൻ്റെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചെയിനും സ്പ്രോക്കറ്റ് വിടാനുള്ള ടീത്ത് വരും. ഒരു സൈഡിൽ ബ്രേക്കിൻ്റെതും ഒരു സൈഡിൽ നമ്മൾ നിലവിലുള്ള പെട്രോൾ എഞ്ചിൻ്റെ ചെയിൻ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ടീത്ത് വരുന്ന രീതിയിലുള്ള മോട്ടറായിരിക്കും. അപ്പം ഈ രീതിയിൽ ചെയിൻ്റെ ടീത്ത് വരുമ്പോൾ ഉള്ളൊരു പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മുടെ പെട്രോൾ എഞ്ചിനുകളിലെ ചെയിന് നമ്മുടെ വീലിലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കിന്, അതായത് വീലിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഗിയർ ഇടുമ്പോഴത്തേക്കിന് ഒരു ജെർക്കിങ് ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും അറിയാം, ഫസ്റ്റിൽ ഒരു ഗിയർ വണ്ടി ഒരു പിടുത്തം വരാറുണ്ട്, ഒരു ചെയിൻ ഒരു ചെറിയൊരു ടൈറ്റ് വരാറുണ്ട്. അപ്പം ആ ടൈറ്റ് നമുക്ക് വീലിലോട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വീലിൻ്റെ ഹബ്ബിൽ ഒരു റബ്ബർ ബുഷ് ഇടാറുണ്ട്. അത് നമ്മൾ ടയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു കറുത്ത ബുഷ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചെയിൻ്റെ ടീത്ത് വരുന്ന സാധനം എടുത്ത് അതിലോട്ട് ഇടുന്നത്. അപ്പോൾ ആ റബ്ബർ ബുഷാണ് ആ ഒരു ജർക്കിങ്ങിനെ ഇല്ലാതാക്കുന്നത്, നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ മാറ്റുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് മോട്ടർ വരുമ്പോഴത്തേക്കും ഈ ബുഷ് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നുമില്ല. നിലവിലുള്ള ഇലക്ട്രിക് മോട്ടറിൻ്റെ ഹബ് മോട്ടറിൻ്റെ ബോഡിയിലോട്ടാണ് ഈ ചെയിൻ്റെ ടീത്ത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 150 cc മുകളിലോട്ടാകുമ്പോഴത്തേക്കും ഈ ഗിയർ ഇടുമ്പോഴത്തേക്ക് ഈ വരുന്ന ജർക്കിംഗ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ജർക്കിംഗ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള ഹബ് മോട്ടർ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ആ ഫോഴ്സ് നേരെ ഈ ഹബ് മോട്ടറിൻ്റെ ബോഡിയിലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ ആ റബ്ബർ ബുഷും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നേരെ ഈ ടീത്തിന് പിടിച്ച് ഒറ്റ റൊട്ടേഷനിൽ കറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ബോഡി പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നിലവിൽ പെട്രോൾ എഞ്ചിനെ നിർത്തിക്കൊണ്ട് കൺവേർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹബ് മോട്ടോർ നോക്കി സെലക്ട് ചെയ്യുക. അത്യാവശ്യം കാശ് പോയാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. ലോക്കലി മാനുഫാക്ചർഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100 cc ബൈക്കിൽ തന്നെ യൂസ് ചെയ്താൽ തന്നെ നമ്മളൊരു 10-15 വട്ടം ഗിയർ ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹബ് മോട്ടർ പൊട്ടിപ്പോകാറുണ്ട്. ഹബ് മോട്ടർ പൊട്ടിപ്പോകാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞു, ഈ ചെയിൻ ഈ ഹബ് മോട്ടറിൻ്റെ ബോഡിയിലാണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക, എഞ്ചിൻ്റെ അകത്ത് നിന്ന് വരുന്ന ജർക്കിങ് ഇതിനെ പിടിച്ചൊരു കറക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ബോഡി പൊട്ടിപ്പോകും. ഇപ്പോൾ ലോക്കലി മാനുഫാക്ചർഡ് ആയിട്ടുള്ള മോട്ടറൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ബോഡിക്ക് വലിയ കട്ടിയൊന്നും കാണത്തില്ല. ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഹൈബ്രിഡ് കൺവെർഷന് വേണ്ടിയിട്ട് മാത്രം മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന മോട്ടറാണ്. അപ്പോൾ ആ മോട്ടർ ആയതുകൊണ്ടാണ് ആ ജർക്കിങ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 150 cc മേളോട്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 cc മേളോട്ട് പോകുമ്പോഴത്തേക്കും ഈ ജർക്കിങ്ങിൻ്റെ ഫോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഇത് താങ്ങാതെ വരും, ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു 150 cc താഴോട്ടുള്ള ഏത് ബൈക്കുകളിലും നമുക്ക് ഈ മോട്ടർ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മോട്ടർ 2 ടൈപ്പ് ബ്രേക്ക് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. ഇതിപ്പം നിലവിലിപ്പം ഇരിക്കുന്നത് ഡിസ്ക് ടൈപ്പാണ്. ഇതിൻ്റെ തന്നെ ഡ്രം ബ്രേക്ക് വരുന്ന ടൈപ്പും ഉണ്ട്. ഇപ്പം ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്ന ബൈക്കിനാണെങ്കിൽ ഇത് ഡയറക്റ്റ് ഫിറ്റ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഡിസ്കിൻ്റെ മൗണ്ടിങ് കാര്യങ്ങളെല്ലാം ബൈക്കിൽ സെറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ തന്നെ ഹബ് മോട്ടർ ഉള്ളതുണ്ട്, അതാകുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഫിറ്റാണ്. അതിൻ്റെ ബ്രേക്ക് ഷൂം കാര്യങ്ങളെല്ലാം എടുത്ത് ഡയറക്റ്റ് ഇതിൻ്റെ ഹബ് മോട്ടറിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിറ്റാണ്. കൂടുതൽ വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അന്നേരം എടുത്ത് സെറ്റ് ചെയ്ത് വണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൺട്രോളറും ഈ മോട്ടർ കിറ്റിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളെല്ലാം ഇതിന് മുമ്പത്തെ വീഡിയോകളിലെല്ലാം ഞാൻ കാണിച്ചിട്ടുള്ള അതേ സെയിം ഇത് തന്നെയാണ്. പ്രോഗ്രാംഡ് ആയിട്ടുള്ള കൺട്രോളറാണ്. ഇത് നമുക്ക് ഏത് വോൾട്ടിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം. ഇതാണ് അതിൻ്റെ കൺട്രോളർ. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന മീറ്റർ, അതിൻ്റെ ക്ലാമ്പുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ആക്സിലേറ്റർ, സ്വിച്ച് അസംബ്ലി എല്ലാം കൂടെ സെറ്റായിട്ടാണ് വരുന്നത്. ഇത് മെയിനായിട്ട് ഈ ഒരു YMൻ്റെയും QSൻ്റെയും കിറ്റിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്ന കുറച്ച് സാധനങ്ങൾ തന്നെയാണ് ഈ കിറ്റിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഹൈബ്രിഡായിട്ട് കൺവേർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
മോട്ടറാണ്. അല്ല സാധാ ഫുള്ളായിട്ട് ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഈ ടൈപ്പ് മോട്ടറുകളും അവൈലബിൾ ഉണ്ട്. അതിന് ചെയിനും സ്പ്രോക്കറ്റും വരത്തില്ല എന്നേ ഉള്ളൂ. അതും ഈ പറഞ്ഞ കണക്ക് ഡിസ്ക് ടൈപ്പിലും കിട്ടും, അതിനൊക്കെ തന്നെ ഡ്രം ടൈപ്പിലും നമുക്ക് അവൈലബിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ എഞ്ചിനെ റിമൂവ് ചെയ്ത് ഫുള്ളി ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടറാണ്. അത് പല പവറിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മാക്സിമം 150cc വരെ യൂസ് ചെയ്യാൻ മതി എന്ന് പറഞ്ഞ കാര്യം വേറൊന്നുമില്ല. 150cc വരെ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന സ്പേസറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. 150cc മേളോട്ട് കയറുമ്പോഴത്തേക്കിന് അതിൻ്റെ സിങ്യാമിൻ്റെ വീതിയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സ്പേസർ നമുക്ക് അതിനനുസരിച്ച് അഡീഷണലി സെറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് 150ക്ക് താഴോട്ടുള്ള ഏത് ബൈക്കുകളിലും നമുക്ക് ഡയറക്റ്റ് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ മൗണ്ടിങ്ങും കാര്യങ്ങളും സ്പേസറും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈപ്പ് കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്യേണ്ട, കാരണം വർക്കിലായതുകൊണ്ട് കോളുകൾ ഒരുപാട് വരുന്നുണ്ട്. വർക്ക് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഒരുപാട് ഫോൺ കോളുകൾ എടുക്കാൻ പറ്റാതെ അവോയ്ഡ് ചെയ്ത് പോകുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. അത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുമെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എനിക്ക് വർക്കിൽ നിൽക്കുകയാണെങ്കിലും ജസ്റ്റ് കേട്ടിട്ട് പെട്ടെന്ന് റിപ്ലൈ തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുക. ഏത് കിറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കിറ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. ഇതിപ്പോൾ ഒരു കോളേജ് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരു പെട്രോൾ വണ്ടീനെ പെട്രോളിലും ഇലക്ട്രിക്കലും കൂടെ വർക്ക് ചെയ്യുന്ന രീതിയിൽ കൺവേർഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തൊരു കിറ്റാണ്. ജസ്റ്റ് ഈ കിറ്റ് വന്നപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇതിന് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതിനൊക്കെയുള്ള പുതിയ കിറ്റുകളോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തുടർന്ന് ഈ ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.